ഇന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ വെറുതെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ സൂര്യനെ നോക്കിയിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചേ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്താലോ എന്ന്. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ വൈബൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടു. പിന്നെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വാർന്നു. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കിട്ടാം. സാധാ വെജിറ്റബിൾ ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇതാണ് കേട്ടോ നമ്മളെ ബാറ്ററി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിക്കുക. അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് റവ ഒക്കെ ചേർക്കും കേട്ടോ. പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് അതൊക്കെ സ്കിപ്പ് ചെയ്യാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. എന്നിട്ട് അതൊക്കെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ബാറ്ററി. ഇത്രയും തിക്കാവണം. പിന്നെ അതിലേക്ക് നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ ചോയ്സ് ആണ്. കുക്കറിലാണ് കേട്ടോ നമ്മൾ ബേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അടിയിൽ പിടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. എന്നിട്ടത് കുക്കറിലേക്ക് ഒഴിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു പാനിലെടുത്തിട്ടുണ്ട്. അതൊരു പഴയ പാനിലാണ്. അത് നന്നായിട്ടൊന്ന് 10 മിനിറ്റോളം ചൂടാക്കി വെക്കുക കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. പിന്നെ കുക്കർ അതിൻ്റെ മേലെ വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ വേവിക്കാൻ വെക്കണം. എന്നാലേ അത് വേവുള്ളൂ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് പീസായിട്ട് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.